നമ്മുടെ പരസ്യ ബോർഡ്, അതായത് നമ്മൾ ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പരസ്യ ബോർഡ് കീറിക്കളയുകയും ഞങ്ങളുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞങ്ങള് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നതിന്റെ പ്രകാരം അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ ഈ പാലായി പരസ്യ ബോർഡ്, കടയുടെ മുമ്പിലുള്ള പരസ്യ ബോർഡ് ഞങ്ങൾ നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റി. അതായത് അന്ന് രാവിലെ നോട്ടീസ് വരുന്ന മുനിസിപ്പാലിറ്റി, വൈകുന്നേരം ഞങ്ങൾ ഈ ബോർഡ് മാറ്റി. പിറ്റേ ദിവസം രാത്രിക്കാണ് ഷാജു തുരുത്തൻ, നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ വന്ന് ഈ ബോർഡ് പൊളിച്ചു കളയുകയും അവിടെ ഭീഷണി നടക്കുകയും അതുപോലെ തന്നെ അച്ചായൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഭ്യവും പറഞ്ഞ്, അതുപോലെ അച്ചായൻ ഇനി ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണുകയും ചെയ്യണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വളരെ മോശമാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ എന്താണ് കാണിച്ചത്? ഇത്രയും സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭാ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി? ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മദ്യവും ആണെന്ന് പോലും എനിക്ക് സംശയം. കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് നഗരസഭാ ചെയർമാന്റെ പേര്. ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം നമ്മളും ഈ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ്. ഒരിക്കലും ഒരു ആൾക്ക് പോലും നമ്മൾ ഇന്ന് വരെ എന്റെ പേരിൽ ഒരു സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഇല്ല. കാരണം അതുപോലെ നമ്മൾ സമൂഹവുമായിട്ട് അതുപോലെ ഇടപെട്ട് നിൽക്കുന്ന എന്നെ പോലെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ കൈക്കൂലി മേടിക്കാത്തതിന്റെ പേരിലാവാം, കൈക്കൂലി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ തുരുത്താൻ കീറിക്കളഞ്ഞ് പോകേണ്ട ഒരു കാര്യമില്ല. ഒരുപക്ഷെ പരസ്യ അച്ചായൻ സ്കൂളിൽ എന്ന് എഴുതിയ ബോർഡിന്റെ ആ ഭാഗം വേണേൽ മുറിക്കാം. പക്ഷെ എന്റെ ഫോട്ടോ വെച്ച ഭാഗം തന്നെ കീറിക്കളയണമെങ്കിൽ ഒരുപക്ഷെ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിലാവാം. ഇതിന്റെ പേര് എനിക്ക് കൈക്കൂലി കൊടുക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നതിലധികം നിങ്ങൾക്ക് തന്നെ അറിയാം, പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി വരെ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരാൾ കൈക്കൂലി ചോദിച്ചാൽ അത് എടുത്ത് ഉടനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല, ഇങ്ങോട്ട് ചെയ്യാനും പോകുന്നുമില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ കൈക്കൂലി ചോദിക്കാൻ അവിടെ വന്നു. ആദ്യം ഫോം വിളിക്കുമായിരുന്നു. ഫോം വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു റെസിപ്റ്റ് വേണമെന്ന്. അതായത് ഇത് നമ്മളൊരു 2 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കൈക്കൂലി എന്നല്ല വേറൊന്നും പറയാൻ പറ്റില്ല. അതുകൂടാതെ ഈ ബോർഡ് പൊളിക്കാൻ എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവനക്കാർ മുകളിൽ ഇരുന്നപ്പോൾ ഷാജു തുരുത്തൻ മുകളിൽ വന്ന്, അതായത് മുകളിലത്തെ നിലയിൽ വന്ന് ഡ്രൈവറും വന്ന് അവിടെ വന്ന് വെല്ലുവിളിക്കുക, നാളെയെങ്കിലും നിങ്ങൾ ഈ ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനെ കീറിക്കളയുമെന്നും പറയുകയും ചെയ്തു. നമ്മൾ അതൊരു മര്യാദയുടെ പേരിൽ ഒരിക്കലും ഒരു എതിര് നിൽക്കാത്ത രീതി അന്ന് തന്നെ അതായത് അന്ന് രാത്രി വന്ന് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ഈ ബോർഡ് മാറ്റിയത്. പിന്നെ ഷാജു തുരുത്തൻ അതായത് ഞങ്ങൾ ബോർഡ് വെച്ച് എന്തിനാണ് ഞങ്ങൾ അനധികൃതമായിട്ടല്ല രണ്ടാമത്തെ ബോർഡ് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആ ബോർഡ് എന്തിനാണ് തുരുത്തൻ ഇത് പൊളിച്ചത്? ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇത് പൊളിച്ചത്? നടപ്പാതെ കയ്യേറി എന്ന് പറയുന്ന ബോർഡ് ഞങ്ങൾ മാന്യത അനുസരിച്ച് തന്നെ മാറ്റി. നടപ്പാതെ കയ്യേറി എന്ന് പറയുന്നു. പക്ഷെ നടപ്പാതെ അവിടെ സാറേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നടപ്പാതെ കയ്യേറി എന്ന് പറയുമ്പോൾ അവിടെ എത്രയോ ബോർഡുകളുണ്ട് നടപ്പാതെ. ഞാൻ പറയുന്നത് ഞങ്ങളെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അംഗീകരിക്കുന്നു, സമൂഹത്തിന് മുമ്പേ അംഗീകാരം തന്നെയാണ് ഞാൻ ചെയ്തത്. അന്ന് ചെയ്ത കാര്യം ഞാൻ മാറ്റിയല്ലോ, മാന്യമായിട്ട് മാറ്റിയല്ലോ. ഉപദ്രവിക്കാൻ ഞാൻ പോയോ? ഇല്ലല്ലോ, ഒരിക്കലും ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. മാന്യമായിട്ട് തന്നെ ഞാൻ ആ ബോർഡ് മാറ്റി. ഒരു സമൂഹത്തിന് വേണ്ടി എതിര് വരുമ്പോഴല്ലേ ഉള്ള പ്രശ്നം. ഞാൻ അവിടെ തർക്കിക്കാൻ പോയോ? ഇല്ലല്ലോ. കേസ് കൊടുക്കാൻ പോയോ? ഇല്ലല്ലോ. ഞാൻ പിറ്റേ ദിവസം തന്നെ ബോർഡ് മാറ്റിയോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല, അങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഇല്ലതായി. പക്ഷെ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഇത്രയും സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറി മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ തന്നെ ബോർഡ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് ഈ ഷാജു തുരുത്തൻ ഈ ഫ്യൂഷന് മുഴക്കിയ ഇതും ചെയ്യുമ്പോ പിന്നെ എന്താ വിചാരിക്കണ്ടേ? എനിക്കും ജീവിക്കണം, എന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കുന്നുണ്ട്, സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനും എനിക്കുണ്ട്, ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എത്ര ശത്രുക്കളുണ്ടെങ്കിലും അച്ചാലും ചെയ്യും. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അത് മഹാമോശമാണ്. അതിനെതിരെ കോടതിയും പോലീസും എവിടം വരെ പോവാമോ അതിന്റെ പേരിൽ ഞാൻ പോകും.
ഞാൻ തടസ്സപ്പെടുത്തിയാണ് വീഡിയോയിൽ ഫുള്ളുണ്ട്. ഞാൻ തടസ്സപ്പെടുത്തിയാണോ അല്ലയോ എന്ന് ആ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒരിക്കലും അവരോട് ബോട്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. ഒരിക്കലും ഞാൻ ഒരു വള്ളം ക്രോസ് ചെയ്യാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരോട് ചോദിച്ചറിയാം. വള്ളം ക്രോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. നഗരസഭയ്ക്ക് ചെല്ലാതെ എങ്ങനെ ഇത് സ്റ്റേ വന്ന് 2 ദിവസത്തിനുള്ളിൽ നഗരസഭയ്ക്ക് എല്ലായിടത്തും നോട്ടീസ് പോയതാണ്. അത് ഷാജി തുരുത്ത് നോട്ടീസ് ചെന്നിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം? എല്ലായിടത്തും നോട്ടീസ് ചെന്നാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ, ഒരു ബോധമുള്ള ഒരാള് ചുമ്മാ ചാടിക്കറി കത്തിയായിട്ട് കുത്താൻ വരുക, ബോർഡ് പൊളിക്കുക ചെയ്യുന്നത്. കൊടുത്തിട്ടുണ്ട്. അതിന്റെ FIR ഇട്ടിട്ടുണ്ട്. FIR ഇട്ടാണ് ഇത്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് FIR ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതാണ് ഹൈക്കോടതി സ്റ്റേ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഈ സ്ഥാപനം നടത്തുന്നത്. ഞങ്ങൾക്കെതിരെ ഉപദ്രവമായിട്ട് വരരുത്. കാരണം പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഈ ഷാജി തുരുത്തൻ. അതെ, ബോർഡ് സ്ഥാപിച്ചോളം പറഞ്ഞ് ഉള്ള സ്റ്റേ ആണ് ഇത്. അതെ, അന്ന് ബോർഡ് എടുത്ത് മാറ്റി. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ബോർഡ് മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിനെതിരായിട്ട് ഞങ്ങൾക്കൊന്നും നേടണ്ട. ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ പറയുന്ന ഞങ്ങൾ ബോർഡ് സ്ഥാപിച്ചു എന്ന് പറയുന്നതിന്റെ ഫ്രണ്ട് വശം നിങ്ങൾ അവിടെ വന്ന് നോക്കിയാൽ അറിയാം, അത് മുഴുവൻ പൊക്കിക്കെട്ടിയിരിക്കുകയാണ്. ഒരാൾക്ക് പോലും അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. മുന്നിലുള്ള കരട് കാണാതെ ഞങ്ങളെ പോലെ ഇത്ര അടുത്ത് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾക്കെതിരെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്? കൈക്കൂലി കൊടുക്കണമല്ലോ. 2 ലക്ഷം രൂപയാണ് ചോദിച്ചത്. കൈക്കൂലി കൊടുത്താലല്ലേ ഉള്ള ഒരു വിഷയം ഇതാവുള്ളൂ. 2 ലക്ഷം രൂപ ചോദിച്ചു. ഫോണിൽ കൂടെ ആദ്യം ചോദിച്ചു, പിന്നെ ഡ്രൈവറെ വിട്ട് ചോദിപ്പിച്ചു. അത് മോളിൽ അന്ന് കട അടച്ചിട്ടേക്കുമായിരുന്നു. മോളിൽ വന്നാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ഫോണിൽ വിളിച്ചതും ഫോൺ കോൾസ് എടുത്ത് കഴിഞ്ഞാൽ തെളിവ് ഇത് ഈ 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് ഞങ്ങൾ കൊടുത്തില്ല എന്നുള്ളതിന്റെ പേര് ഞങ്ങളെ ഉപദ്രവിക്കാൻ ഷാജു തുരുത്തൻ എന്ത് അവകാശം? നാളെ ഒരാൾക്ക് നേരെ കുത്തുവേല, അല്ലെങ്കിൽ ഞാൻ പോട്ടെ, പല വ്യാപാരികളെ നിങ്ങൾക്ക് കേസ് ഹിസ്റ്ററി എടുത്താൽ അറിയാം. ഷാജി തുരുത്തന്റെ പാലാ പോലീസ് സ്റ്റേഷനിലെ പല കേസുകളാണ് ഷാജി തുരുത്തനുള്ളത്. അവിടുത്തെ മുതിർന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കരണം തടിച്ച് മർദ്ദിക്കുകയും ചെയ്തതിന്റെ പേര് ഇപ്പോഴും മുൻകൂർ ജാമ്യം ഉണ്ട്. ഇതേ സമാനമായ രീതിയിലുള്ള കേസാണ് വീണ്ടും വന്നിരിക്കുന്നത്. കാരണം അന്നേ ബെയിൽ കട്ടാവുന്ന പോലീസുകാർ പ്രത്യേകം പറഞ്ഞാണ്, കോടതി പ്രത്യേകം പറഞ്ഞാണ്, വീണ്ടും അതേ കേസ് തന്നെയാണ് വരുന്നത്. സാറേ ഇതേ അങ്ങനെ ഞാൻ പറയൂ? നിങ്ങൾക്കെതിരെ കേസ് വരും, ഞാൻ അങ്ങനെ പറയൂ? സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഞാൻ അങ്ങനെ പറയൂ? ഒരിക്കലും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പല കാര്യങ്ങളും എനിക്ക് പണ്ടേ പറയായിരുന്നു. ആരെ ഉപദ്രവിക്കാനും ഇന്നലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല മുതിർന്ന ആൾക്കാർ എന്നെ വിളിച്ചു. അതിലൊരു പേര് പോലും ഞാൻ ഇതുവരെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പല മുതിർന്ന നേതാക്കളും ഇതിന്റെ പേരിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ജീവനക്കാരനെ വിളിച്ചാണ്, GM-നെ വിളിച്ചാണ്. 2 ലക്ഷം രൂപ വേറെ രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു റെസിപ്റ്റ് തരാൻ പറ്റില്ല. ഏതൊരു സംഭവത്തിനും നമുക്ക് റെസിപ്റ്റ് തരാം, ഏതൊരു പിരിവിന് തരാം. മൂന്ന് മാസമായി വിളിച്ചിട്ട്. എന്നെ അല്ല വിളിച്ചത്, GM-നെയാണ് വിളിച്ചത്. ഫുട്ബോളിന്റെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ആ മത്സരവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ലീഗലായിട്ട് നമുക്ക് അതിന്റെ റെസീറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ കാര്യം അവിടെ കൊണ്ട് അവരെ നിർത്തി. പിന്നെയാണ് ഞങ്ങൾ ബോർഡ് പൊളിക്കുന്നതിന്റെ തലേദിവസം ജീവനക്കാരൻ വന്ന് അന്ന് തൊട്ട് അതിപ്പോ 2 ആഴ്ച ഈ സംഭവം നടന്നിട്ട് ഒരു 1.5 മാസമായിട്ട് ഇത് കിടന്ന് കത്തുന്നുണ്ട്. സാറേ ഏത് അക്കൗണ്ട് ആയാലും നമുക്ക് സാറിന് ഞാനൊരു പിരിവ് തന്നിട്ട് സാർ എനിക്ക് റെസിപ്റ്റ് വരുമോ? ഇല്ലെങ്കിൽ സാർ അത് കാണിക്കുന്നത് എന്താ? അതിനെന്താ മലയാളത്തിൽ നമ്മൾ പറയാം?
ഞാനൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. നമ്മളിവിടെ സമൂഹം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ഒന്നും നേടാനല്ല. ഇത്രയും നാളെ ഈ സമൂഹത്തില് വേറൊരാൾക്ക് ഇതേ അവസ്ഥ വരരുത്, അത്രേ ഉള്ളൂ. ഈ ഷാജി തുരുത്തൻ ഇത്രയും കാലമായിട്ട് ഇത്രയും കേസുകളും കാര്യങ്ങളും നടന്നിട്ട് ഒരാൾ പോലും ഇവിടെ പ്രതികരിക്കാനില്ല. എന്തുകൊണ്ടാ? പേടിയാണ്. സമൂഹത്തിൽ എല്ലാവർക്കും പേടിയാണ് ഷാജി തുരുത്തനെ. ഞാൻ ഇപ്പോഴും പറയുന്നു, പാലാ ടൗണിന്റെ നടുക്ക് തന്നെ ഞാൻ നിൽക്കാം. ഷാജി തുരുത്തന് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഒരു കത്തിയില്ല, ഒന്നുമില്ല. ഞാൻ എവിടെയാണോ അയാൾ വിളിക്കുന്നിടത്ത് ചെല്ല, എന്നെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അയാൾ ആണാന്ന് ഞാൻ സമ്മതിക്കാം. പാവങ്ങൾക്ക് നേരെ മാത്രം പ്രതികരിച്ചാൽ പോരാ. അറിയോ, നാളെ ഒരു പാവപ്പെട്ട വ്യാപാരി, ഇതിനു മുമ്പുണ്ടായി, ഷാജി തുരുത്തൻ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ഒരു വ്യാപാരിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും പാവപ്പെട്ട ഒരാളുടെ നേരെ കൈ കണ്ണത്തടിക്കുകയും ചെയ്താൽ അതിനെന്താണ് സാറേ പറയുക? അതായത് കാശുള്ളവന് മാത്രം ഇവിടെ സമൂഹത്തിൽ വിലയും, കാശില്ലാത്തവന് സമൂഹത്തിൽ വിലയില്ലാത്ത സംഭവം എന്താ? ഞാൻ ഇപ്പോഴും പറയുന്നു, പാലാറ്റവന്റെ നടുക്ക് ഞാൻ നിൽക്കാം. എന്നെ ഷാജി തുരുത്തൻ ഒരു കയ്യിലൊന്നും ഇല്ലാതെ ഞാൻ നിൽക്കാം. എന്റെ നേരെ ഷാജി തുരുത്തൻ ഉപദ്രവിക്കട്ടെ. അയാളൊരു ആൺകുട്ടിയാണ്, എന്നെ ഉപദ്രവിക്കട്ടെ. ദോഷം കൊള്ളുന്നല്ല സാറേ, നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. നിയമ സംവിധാനം നിയമം പാലിച്ചിരിക്കണം. ആ, അത് തന്നെ ഇയാൾക്ക് ബോധമില്ല. ഞാൻ ചെയ്യാന് ബോധമില്ലാത്ത ആള് ബോർഡ് കുത്തി വിളിച്ചിട്ട് ഞാൻ ചെയ്യാൻ ഏതാ പുള്ളിയാണ്? എനിക്കിപ്പോ സമയം അതെ, നമുക്ക് നേരിട്ട് എത്തിക്കാമല്ല. ഇപ്പൊ എന്നെ ഷാജി തുരുത്തൻ, ഞാൻ ഒരിക്കലും ഒരാളെ ഇതാക്കാനോ അല്ലെങ്കിൽ ആരോടും ഇതായിട്ടല്ല പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പം എന്നെ എന്ന് പറയുന്ന വ്യക്തിയെ ഉപദ്രവിച്ച് സംഭവിച്ചു, കേസ് കൊടുത്തു, പുള്ളിക്കെതിരെ FIR വന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു ഷാജി തുരുത്തനെതിരെ. നാളെ സമൂഹത്തിൽ പാവപ്പെട്ടവനായാലും ആരായാലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല സമൂഹത്തിൽ. അത് വളരെ മോശമാണ്. അത് ഞാൻ സമ്മതിക്കുകയില്ല. ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പേര് വാടെ എടുത്ത് പറയും. ഞാൻ മുമ്പേ പറഞ്ഞു, മുതിർന്ന രാഷ്ട്രീയക്കാർ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യം, ആരോ ഉപദ്രവിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഷാജി തുരുത്തൻ കാണിച്ചത് മഹാ മോശമാണ്. അതിനെതിരെ മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. നേതാക്കന്മാര് ബന്ധപ്പെട്ടത് എന്നെ മെയിൻ ആൾക്കാർ വിളിച്ചു. അത് ഞാൻ പറയണ്ടേ? അത് മോശമല്ലേ പറയണ്ടേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? ജോസ് കെ മാണിയാണോ ആരാണോ അത് പറയുന്ന എനിക്ക് മോശമാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു വ്യക്തിയെ അപമാനിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഒരു സമൂഹത്തെ അപമാനിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്നെ ഉപദ്രവിച്ച് എന്റെ ബോർഡ് കീറിയ ആളെ മാത്രം കീറിയ ആളെ കുറിച്ച് സംസാരിക്കാൻ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ. കഞ്ചാവായിരിക്കുമല്ലോ, സംശയമുള്ളൂ കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ മദ്യമായിരിക്കാം, നമുക്കറിയില്ല. ഇപ്പൊ കൂടിയ സാധനമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകം അറിയത്തില്ല. ഏതായാലും മോശമൊന്നുമില്ല. പിന്നെ എന്റെ ഫോട്ടോ മാത്രം കീറിക്കൊണ്ട് പോയത് എനിക്ക് തോന്നാം ഷാജി തുരുത്തൻ വീട്ടിൽ കൊണ്ടേ കാണിക്കാനായിരിക്കും. ഈ ബോർഡയിലൊക്കെ ഇരിക്കുന്നോണ്ടേ നേരെ കൈ കിട്ടുവാണെങ്കിൽ കൊണ്ട് വീട്ടിൽ കാണിക്കാമല്ലോ. ഇനി പുള്ളി ഷാജി തുരുത്തൻ എന്നോട് പറഞ്ഞിരുത്തി ചിരിച്ചോണ്ടിരിക്കുന്ന അടിപൊളി ഫോട്ടോ ഞാൻ കൊടുത്തുവിട്ടെ. ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഇല്ല, തുടരില്ല, നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കോട്ടയം കുമരകംകാരോട് ഒരു താല്പര്യമുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഇത് പങ്കാളിയായി. അതോടെ എനിക്ക് ഇത് തുടരണം, വഴക്കുണ്ടാക്കണം, അതിനുള്ള സമയമില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവർക്ക് വേണ്ടി ഞാൻ സഹകരിച്ചു. ഇപ്രാവശ്യം കൈനകരിയിലോ ബാക്കി ഒരു ബോട്ട് ക്ലബിലും ഞാൻ ക്യാപ്റ്റൻ അല്ല. താഴത്തങ്ങാടി മാത്രമാണ് ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. വേറെ ഒന്നിലും ഞാൻ സഹകരിക്കുന്നില്ല. കാരണം എനിക്ക് അവർക്ക് ഒരു കാര്യം ചോദിച്ചു. കോട്ടയംകാർ അല്ല കുമരകംകാർ എന്റെ മുമ്പിൽ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു, ടോണി ഒന്ന് ക്യാപ്റ്റൻ ആകാമെന്ന് ചോദിച്ചു. ഞാൻ അത് പങ്കെടുത്തിട്ടുണ്ട്, മാന്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് സഹകരിച്ചില്ല. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവനുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചെന്നും എന്താണ്. ഉറപ്പായിട്ടും ഞാൻ ഇലക്ട്രോണിക് സാധനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറസ്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇലക്ട്രോണിക് സാധനം അവിടെ പവർ കാര്യങ്ങളോ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. എനിക്കറിയില്ല സാർ, ഞാൻ പറഞ്ഞിട്ടില്ല. തോഴക്കാര് അമരക്കാര് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം എവിടെയും സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് ഒരു മടിയും ഇല്ല. ഞാൻ പവലിയനില്ല, അത് ഞാൻ ബോട്ടയിലാണ് കയറി. അതെ, ഞാൻ ബോട്ടേ കയറി. ബൈക്കിലാണ് നമ്മള് നടക്കുന്നതിന്, ബൈക്കിലാണ് നമ്മള്. ഓക്കെ, താങ്ക് യു.